രാവിലെ തന്നെ മോർണിംഗ് ടാസ്കിലെ നമ്മളെ ബിഗ് ബോസ് കൊടുത്തൊരു അമ്പമ്പനടിക്കുള്ള സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അനീഷ് അതുപോലെ അനുമോൾക്കെതിരെയാണ് നീങ്ങിയത്. പി ആർ ഉള്ള വ്യക്തിയും പി ആർ ഇല്ലാത്ത വ്യക്തിയും ആരൊക്കെയെന്ന് പറയാനാണ് പറഞ്ഞത്. അങ്ങനെ അനുമോളുടെ പേരാണ് പി ആർ ഉള്ള വ്യക്തിയായിട്ട് അനീഷ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇത്ര ലക്ഷം ഫോളോവേഴ്സ് തനിക്കുണ്ട് എന്ന് അനുമോൾ പലപ്പോഴും പറയാറുണ്ട്. അനുമോൾക്ക് പി ആർ ഉണ്ട് എന്ന് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പി ആർ എന്ന വാക്ക് അനുമോൾ ഉപയോഗിക്കാറുമുണ്ട് എന്ന് അനീഷ് പറയുന്നുണ്ട്. അങ്ങനെ പി ആർ ഉള്ള ഒരു വ്യക്തി അനുമോളാണ് എന്നുള്ളതാണ് അനീഷിൻ്റെ കണ്ടുപിടുത്തം. അനീഷ് ഏത് കാര്യവും മുഖത്ത് നോക്കി പറയും. എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടൊരു ഗെയിം പ്ലാനിലൂടെ തന്നെയാണ് അനീഷ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം പുറത്തുനിന്ന് വന്ന ആൾക്കാരിൽ നിന്ന് അനീഷും മനസ്സിലാക്കിയിട്ടുണ്ട് അനുമോൾക്ക് തനിക്ക് പറ്റിയൊരു എതിരാളി അനുമോൾ തന്നെയാണ് എന്ന്. അപ്പോൾ അവർ തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കാം ഇനി മുതൽ ബിഗ് ബോസിൽ അരങ്ങേറാൻ പോകുന്നത് എന്ന് തന്നെ കൃത്യമായിട്ട് തോന്നുന്നു. പി ആർ ഇല്ലാത്ത വ്യക്തിയുടെ പേരായിട്ട് പറഞ്ഞത് ലക്ഷ്മിയുടെ പേരാണ്. ലക്ഷ്മി പി ആർ ഇല്ലാതെ നിൽക്കുന്നു എന്നാണ് തനിക്ക് തോന്നുന്നത് എന്നാണ് അനീഷ് പറയുന്നത്. അതുപോലെ പി ആർ ഉള്ള അനിമോൾ പി ആറിൻ്റെ സഹായത്തോടെ വിജയിച്ചു പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് അനീഷ് നിർത്തുന്നത്. ഏതായാലും എല്ലാ വ്യക്തികൾക്കും പി ആർ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ പി ആർ ഉള്ളതുകൊണ്ട് മാത്രം വിജയിക്കണമെന്നില്ല അല്ലേ? കാശ് മുടക്കി പി ആർ ഉള്ളതുകൊണ്ട് മാത്രം വിജയിക്കണമെന്നില്ല. ജനങ്ങളുടെ സപ്പോർട്ടും വേണം.